ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചില ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലി കഴിക്കണം അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കണം നമുക്കൊന്ന് തോന്നാറുണ്ട്. അപ്പോൾ എനിക്കൊരു ദിവസം തോന്നി ഒരു ഗീ റൈസും ബീഫ് റോസ്റ്റും കഴിച്ചാലോ എന്ന്. അപ്പം മോള് പറഞ്ഞു മോൾക്ക് അതിൻ്റെ കൂടെ പരിപ്പും വേണമെന്ന് പറഞ്ഞു. അന്ന് പരിപ്പും കൂടെ ആയിക്കോളാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അതുണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ആദ്യം തന്നെ ബീഫ് കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ഞാൻ ഗീ റൈസിന് വേണ്ടിയിട്ട് കോഹിനൂറിൻ്റെ റൈസാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് പട്ടയും ഗ്രാമ്പുവും ഏലക്കായും സവോളയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെച്ച് ഞാനൊരു 15 മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗീ റൈസിൻ്റെ അരിയെ. അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ആ നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. ഒരുപാട് നേരം മൂപ്പിക്കേണ്ട, കുറച്ച് നേരം മൂപ്പിച്ചിട്ട് പിന്നെ തിളച്ച വെള്ളമാണ്, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുപോലെയുള്ള തിളച്ച വെള്ളം ഒഴിച്ച് പിന്നെ നാരങ്ങ നീര്, കുറച്ച് ഉപ്പ്, പിന്നെ ഇത് ഇത്തിരി അലങ്കാരമോ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതിയിട്ട് 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തു. അതിനങ്ങ് അടച്ച് വേവിക്കാൻ വെച്ചു. അതിനുശേഷം നമുക്ക് നമ്മുടെ ബീഫിനെ റെഡിയാക്കി എടുക്കണമല്ലോ. പിന്നൊരു ചീനച്ചട്ടി അങ്ങ് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിടെ മാറ്റി വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും എല്ലാം എടുത്ത് അങ്ങോട്ട് തട്ടി അതിനവിടെ ഇട്ടുകൊണ്ടങ്ങ് വഴറ്റി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഇട്ട് അങ്ങ് നന്നായിട്ട് വഴറ്റി എൻ്റെ പാത്രം സ്റ്റീലായതുകൊണ്ട് കൈ എടുക്കാതെ അങ്ങ് വഴറ്റണേ, ഇല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ഇട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം നമ്മുടെ ബീഫ് വെന്ത വെള്ളം ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതൊഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ തിളച്ച് നല്ല കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുരുമുളകൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ അവിടെ ഒന്ന് പറ്റാൻ വെക്കണം. നമ്മൾ റോസ്റ്റാണ്, കറിയല്ല. അപ്പോൾ അതൊന്ന് കുറുകാൻ വേണ്ടിയുള്ള മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗീ റൈസിനെ ഒന്ന് അലങ്കാരപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവോള എല്ലാം വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗീസ് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കാതെ തന്നെ ഇതിനെയൊക്കെ ഒന്ന് അലങ്കരിച്ച് വെക്കാമെന്ന് കരുതി. അലങ്കരിച്ച് വെച്ചിട്ട് നമ്മുടെ ആ വറുത്ത നെയ്യുണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് വേണം അടച്ച് വെക്കാനായിട്ട്. ഞാൻ ആദ്യം നെയ്യ് ഒഴിക്കാൻ മറന്നു പോയായിരുന്നു. അടച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് അയ്യോ നെയ്യ് ഒഴിച്ചില്ലല്ലോ എന്ന്. പിന്നെ രണ്ടാമത് തുറന്ന് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അതിനെ അടച്ചോടെ മാറ്റി വെച്ചേക്കാം. കാരണം അത് കുറച്ച് നേരം ആ നെയ്ക്കകത്തൊക്കെ ഒന്ന് ഇരുന്ന് സെറ്റായിട്ട് ഇങ്ങനെ വരണം. ആ വറുത്തതൊക്കെ ഇട്ട് കഴിയുമ്പോൾ സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ പരിപ്പ് കറി റെഡിയായി ഇരിപ്പുണ്ടായിരുന്നു. തേങ്ങയൊക്കെ അരച്ചിട്ട് വേവിച്ച് നല്ല പരിപ്പ് കറി. അപ്പോൾ അതിനെ ഇതുപോലെ ഒന്ന് താളിക്കണമല്ലോ. താളിക്കാൻ വേണ്ടി ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചു. അതിലേക്ക് ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചിട്ട് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് അതിനെയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതിനെയും അവിടെ അലങ്കാരപ്പണിയൊക്കെ ചെയ്ത് മാറ്റി അങ്ങനെ വെച്ചേക്കുക. പിന്നെ നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന റൈസ് എന്തായെന്ന് അറിയണമല്ലോ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സൂപ്പർ മണമാണേ. ഈ ഗീ റൈസ് ആകുമ്പോൾ നമ്മൾ ഇച്ചിരി നെയ്യ് കൂടുതൽ ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ ഓർത്തു എൻ്റെ ദൈവമേ അടിയിലൊക്കെ പിടിച്ചായിരിക്കുമെന്ന്. പക്ഷേ അടിയിലൊന്നും പിടിച്ചില്ല. എന്നാൽ വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. ആവശ്യത്തിനുള്ള വേവുമായിട്ട് അടി പിടിക്കാതെ കറക്റ്റ് അളവിൽ എനിക്ക് സംഭവം സെറ്റായി കിട്ടി. എന്തായാലും ഞാൻ അതിനെ മൊത്തത്തിലൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് തട്ടിക്കൂട്ടിയൊക്കെ എടുത്തു. എന്നിട്ട് പരിപ്പ് കറിയും ബീഫ് റോസ്റ്റും കുറച്ച് അച്ചാറും പിന്നെ പപ്പടം വേണമെങ്കിൽ പപ്പടം, അതായിരുന്നു ഞങ്ങളുടെ മെനു. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി തിന്നുക. ഹോട്ടലിൽ വല്ലപ്പോഴും ഒക്കെ പോയി കഴിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ.